നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈസി കപ്പലണ്ടി ലഡ്ഡു ആണ്. ഇത് കപ്പലണ്ടീനെ നമ്മൾ പാവങ്ങളുടെ ബദാം എന്നാണ് പറയുന്നത്. ഇത് ഒത്തിരി എളുപ്പമാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഓൺലി 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് ഒരു കപ്പ് എന്ന് വെച്ചാൽ കുവിച്ച് ഹീപ്ഡ് കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് 3/4 കപ്പ് കരിപ്പെട്ടി എടുത്തിട്ടുണ്ട്. കരിപ്പെട്ടി ഒരുപാട് നമുക്ക് ഹെൽത്തിന് നല്ലതാണ്. അപ്പം അളവ് ഞാൻ 3/4 കപ്പും ഇത് ഒരു ഹീപ്ഡ് കപ്പും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് കരിപ്പെട്ടിയിൽ മധുരം കുറവാണെങ്കിൽ കരിപ്പെട്ടി കൂടുതലിടാം. ലാസ്റ്റിൽ ഞാൻ ഫൈനലിൽ ഇത് കറക്റ്റ് അളവ് എങ്ങനെയാണെന്നുള്ളത് പറയാം. ഇത് ആദ്യം കപ്പലണ്ടി നല്ല വറുത്ത കപ്പലണ്ടി ആയിരിക്കണം, തൊലി കളഞ്ഞതായിരിക്കണം. അത് മിക്സിയിലിടാം. ഇത് ഒന്ന് പൊടിച്ചിട്ട് പിന്നെ കരിപ്പെട്ടിയും കൂടെ ഇട്ട് പൊടിക്കണം. അത്രയേ ഉള്ളൂ. ഞാൻ ഇത് പൊടിച്ചിട്ട് കാണിക്കാം. ഇതിങ്ങനെ 1-2 ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഒരുപാട് പൊടിക്കണ്ട. 1-2 പൊടിക്കുവാണെങ്കിൽ കടിക്കാൻ കിട്ടും. അത് നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇതിൽ കരിപ്പെട്ടി ചേർക്കാം. ഇപ്പം ഇത് ഞാൻ പൊടിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ചിട്ട് ഇത് ഒരു ബൗളിലേക്ക് ഇടാം. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിനെ ഇങ്ങനെ ചെറിയ ലഡ്ഡുവായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഈ ഉരുട്ടുന്ന സമയം കൊണ്ട് ഞാൻ കപ്പലണ്ടിയിലും കരിപ്പെട്ടിയിലും ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. കപ്പലണ്ടിയിൽ വിറ്റമിൻ B3 ഓർ നിയാസിൻ ഉണ്ട്. ഇത് ബ്രെയിൻ ഫങ്ഷനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് മെമ്മറി പവർ ബൂസ്റ്റപ്പ് ചെയ്യും. കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. അതുപോലെ ഈ കപ്പലണ്ടിയിൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആൻഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്. അത് നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തായിട്ട് വെച്ചേക്കും. അതുപോലെ ഇതിലുള്ള മാംഗനീസ് വന്നിട്ട് ബ്ലഡ് ഷുഗർ കാരണം വരുന്ന റിസ്ക് 21% അത് കുറയ്ക്കാനായിട്ട് ഈ മാംഗനീസിന് സാധിക്കും. ഡെയിലി നമ്മൾ 1 ഔൺസ് പീനട്ടോ അല്ലെങ്കിൽ പീനട്ട് ബട്ടറോ കഴിക്കുവാണെങ്കിൽ ഈ ഗാൽ ബ്ലാഡർ സ്റ്റോൺ വരാതിരിക്കും. ഇതിൽ ഫൈബർ, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഈ കോമ്പിനേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് വയറ് ഫില്ലാവും. അപ്പം വിശപ്പ് അധികം വരത്തില്ല ഇത് കഴിക്കുവാണെങ്കിൽ. അത് കാരണം നമ്മുടെ വെയിറ്റ് കുറയും. ഇതിലുള്ള ഡയറ്ററി ഫൈബർ വന്നിട്ട് നമുക്ക് എക്സസ് ആയിട്ടുള്ള ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സ്കിന്ന് ക്ലീൻ ആയിരിക്കും, ഫ്ലോലെസ് ആയിരിക്കും, നമുക്ക് ഭംഗി കൂടും. അത്രയേ ഉള്ളൂ. അടുത്തത് കരിപ്പെട്ടീനെ കുറിച്ച് പറയാം. കരിപ്പെട്ടിയിൽ ഒരുപാട് കാൽഷ്യം ഉണ്ട്. അപ്പം കാൽഷ്യം പല്ലിനും എല്ലിനും എല്ലാം ഒത്തിരി നല്ലതാണ്. തേയ്മാനം വരത്തില്ല. ഈ 40+ ആയ ലേഡീസിന് നമ്മൾക്ക് ആസ്റ്റിയോപോറോസിസ്, ആർത്രൈറ്റിസ് ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും വരത്തില്ല. ഡെയിലി ആഹാരം കഴിച്ചതിന് ശേഷം ഒരു പീസ് കരിപ്പെട്ടി കഴിക്കുകയാണെങ്കിൽ ഡൈജഷൻ ഫ്രീ ആകും. അതുപോലെ ഇത് കോൾഡ്, ചെസ്റ്റ് ഇൻഫെക്ഷൻ അതൊന്നും വരത്തില്ല. പിന്നെ കോൺസ്റ്റിപ്പേഷന് ഒരുപാട് നല്ലതാണ്. നമ്മളിപ്പം ഒരു കപ്പ് കുവിച്ചെടുത്ത കപ്പലണ്ടിയും 3/4 കപ്പ് കരിപ്പെട്ടിയാണ് ഇട്ടിരുന്നത്. അത് കറക്റ്റാണ്. ലൈറ്റ് മധുരമായിട്ട് നല്ല ടേസ്റ്റാണ്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ കരിപ്പെട്ടി ഇടാം. ഇപ്പം ഞാൻ ഇത് പകുതിയെ ആ 1 കപ്പ് ലെവലിൽ പകുതി ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി പകുതി ഉണ്ട്. ഇത് ഞാൻ സാവധാനം ചെയ്യാം. മോൾക്ക് ധൃതിയുണ്ട്, അതുകൊണ്ട് ഇത് കട്ട് ചെയ്യാം. ഇത്രയും നേരം ക്ഷമയോടെ ഇത് വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഒരുപാട് സജഷൻസ് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ സൈഡിൽ നിന്ന് വരുന്നു. അതൊക്കെ കേൾക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണമെന്ന് ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.